الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തം പോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖികളിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായ പവിത്രമായ നാളുകളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് അത് സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ മാസങ്ങളെയും ദിവസങ്ങളെയും അപേക്ഷിച്ച് നന്മകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള, തിന്മകൾക്ക് കൂടുതൽ ശിക്ഷയുള്ള ദിവസങ്ങളാണ് ഈ ദിവസം. ഈ മാസത്തിൽ ഹജ്ജിന്റെ മാസം അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങൾ റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ഈ മാസങ്ങളിൽ നന്മകൾക്ക് പുണ്യമേറെയും അതുപോലെ തിന്മകൾക്ക് ശിക്ഷയേറെയുമുള്ള മാസങ്ങളാണ്. അതുകൊണ്ട് പരമാവധി സൂക്ഷ്മതയോടെ, തഖ്വയോടെ, തൗബയോടുകൂടി നിലകൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതെന്തുകൊണ്ടാണ് എന്നാൽ അള്ളാഹു വിശുദ്ധമാക്കിയതിനെ അത് നിഷിദ്ധമാക്കുന്ന അല്ലെങ്കിൽ മോശമാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കോപമുണ്ടാകും. അള്ളാഹു വിശുദ്ധമാക്കിയ മാസങ്ങളാണ്, നാളുകളാണ്, സമയമാണ്. ഒരു വർഷക്കാലം നമ്മൾ ഇസ്ലാം കാര്യത്തിന് 4 കാര്യങ്ങളും അനുഷ്ഠിച്ച് വർഷത്തിന്റെ അവസാനം അള്ളാഹു നമ്മോട് ഇസ്ലാമിന്റെ അവസാനത്തെ 5ാമത്തെ കാര്യം അനുഷ്ഠിക്കാൻ പറയുകയാണ്. ദുൽഹജ്ജയിൽ ഇസ്ലാമിന്റെ 5ാമത്തെ കാര്യം ഹജ്ജ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ
അള്ളാഹുവിന്റെ വിളിക്കുത്തരം ലഭിച്ച ആളുകൾ, അനുഗ്രഹം ലഭിച്ചവർ യാത്രയായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കും അവിടെ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഹജ്ജിന് പുറത്തുള്ള ആളുകൾ, അവർക്കും അള്ളാഹു അതിന്റെ പുണ്യം നഷ്ടമാക്കാതെ പ്രധാനമായൊരു കർമ്മം അവരോട് നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. അഥവാ ഉളുഹിയത്ത്, ബലി. അത് ഹജ്ജിന് പോകാത്തവരാണ് ഉളുഹിയത്ത് നിർവഹിക്കേണ്ടത്. ഹജ്ജിന് പോകുന്നവർ ഉളുഹിയത്തല്ല, അവർക്ക് കഫാറത്താണ് അവരുടെ ബലി. അപ്പൊ ഉളുഹിയത്ത് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുന്നത്ത് മുഅക്കദ അല്ലെങ്കിൽ വാജിബ് അള്ളാഹു ആക്കിയിരിക്കുകയാണ്. ബലികർമ്മം എന്നത് കേവലമായ ഒരു മൃഗബലിയല്ല. നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായി ചെയ്യുന്നവരാണ്. മറിച്ച് മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് എല്ലാ വർഷവും ആവശ്യപ്പെടുകയാണ്, നിന്റെ സർവ്വതും നീ സമർപ്പിക്കണം, നിന്റെ സർവ്വതും സമർപ്പിക്കണം. ബലി എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിന്റെ അവസാന വാക്കാണ് ബലി എന്നത്. ബലി പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടായ സംഗതിയല്ല, മറിച്ച് ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ അള്ളാഹു നിശ്ചയിച്ച ഒരു ബലി, ആ ബലി അവർ നൽകുകയും ഹാബീലിന്റെ ബലി അള്ളാഹ് സ്വീകരിക്കുകയും ഹാബീലിന്റെ ബലി അള്ളാഹ് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. അന്ന് ബലി സ്വീകരിച്ചിരുന്ന രീതി, ബലിയറുത്ത ആ ബലിമൃഗത്തെ ഒരു അഗ്നി വന്നുകൊണ്ട് വിഴുങ്ങുകയാണ്. തീ അതിലേക്ക് ഇറങ്ങി തീ അതങ്ങ് കരിച്ചു കളയുകയാണ് രീതി. അങ്ങനെ ഹാബീലിനെ സ്വീകരിച്ചപ്പോ ഹാബീലിന് വൈരാഗ്യം ഉണ്ടാകുകയും അങ്ങനെ ഹാബീലിനെ കൊന്നുകളയുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. അതാണ് ലോകത്ത് നടന്ന ഒന്നാമത്തെ ബലി. അവിടെ നിന്നിങ്ങോട്ട് പല സമുദായങ്ങൾക്കും പല രീതിയിലുള്ള ബലികർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വലിക്കുല്ലി ജഅൽനാ ഉമ്മത്തൻ, എല്ലാ മൻസക്ക, എല്ലാ ഉമ്മത്തുകൾക്കും എല്ലാ സമുദായങ്ങൾക്കും അള്ളാഹു ബലി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം പറയുന്ന ബലി അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലുള്ള ആ ബലിയാണ് നമ്മൾ ഉളുഹിയ്യത്തായിട്ട് അറുക്കുന്നത്. അതല്ലാതെ സുന്നത്തായ വേറെ ബലികളുണ്ട്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അഖീഖ അറുക്കലുണ്ട്. അത് കഴിയുമെങ്കിൽ അത് അറുക്കണം, അത് വാജിബാണ്. പല ആളുകളും അത് വലിയൊരു വിഷയമൊന്നല്ല എന്ന് പറഞ്ഞ് നിസ്സാരായി വിടുന്ന ആളുകളുണ്ട്. കുഞ്ഞ് ജനിച്ചാൽ അഖീഖ അറുക്കണം, അത് വാജിബാണ്. അതുപോലെ നേർച്ച, നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനായിട്ട് ബലി അറുത്തുകൊണ്ട് സാധുക്കളായ ആളുകൾക്കത് ഭക്ഷണമായോ അല്ലെങ്കിൽ മാംസമായോ വിതരണം ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. എന്റെ കാര്യം സാധിച്ചാൽ ബലി അറുക്കാം എന്നല്ല, അത് ഹലാലായ ബലിയല്ല, അത് സ്വീകാര്യമല്ല. പൈസ ഉണ്ടെങ്കിൽ ഉടനെ അറുക്കണം. സാധിച്ചിട്ട് അറുക്കാന്ന് പറഞ്ഞാൽ സാധിച്ചിട്ട് അറുക്കൂല എന്നുള്ളൊരു വെല്ലുവിളി അതിനകത്തുണ്ട്. അത് ഇസ്ലാമികമായ നേർച്ചയല്ല. എന്തൊരു കാര്യം അള്ളാഹു നേർച്ച ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് അതിന്റെ ശരിയായ ഇസ്ലാമിക രൂപം. പൈസ ഇല്ലെങ്കിൽ പടച്ചോനെ എൻ്റെ ഇപ്പൊ പൈസ അല്ല, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ബലിയറുക്കാം, എനിക്ക് എന്നത് ശരിയാക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാം. പൈസ ഇല്ലെങ്കിൽ, ആരോഗ്യമില്ല രോഗിയായ ഒരാളാണെങ്കിൽ പടച്ചോനെ രോഗം മാറിയാൽ ഞാൻ നോമ്പെടുക്കാം എന്ന് നേർച്ച ചെയ്യാം. അല്ലാതെ ആ കാര്യം നിർവഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക, അത് ചെയ്യാതെ അത് കിട്ടിയാൽ ചെയ്യാം എന്നത് അള്ളാഹ് സ്വീകരിക്കൂല, അത് ഹലാലായതല്ല. അപ്പൊ അങ്ങനെ നേർച്ചയുടെ ബലി അള്ളാഹുവിന് മാത്രമാണ് നേർച്ച ബലി ഇറക്കേണ്ടത്. അതുപോലെ തന്നെ പ്രായശ്ചിത്തം, തെറ്റുകൾ ചെയ്തു പോയാൽ അതിന് ബലിയുണ്ട്. തെറ്റുകൾ ചെയ്തു പോയാൽ ചില തെറ്റുകൾക്ക് അള്ളാഹു ബലി ഇറക്കാൻ കൽപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോ അത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ബലി ഇറക്കാം. ഇങ്ങനെയുള്ള ബലികളൊക്കെ ഉണ്ട്. എന്നാൽ ഉളുഹിയ്യത്ത് അങ്ങനെയല്ല. ഉളുഹിയ്യത്ത് ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് നടക്കുന്ന ആ സന്ദർഭത്തിൽ, ഹജ്ജ്
ദുൽഹജ്ജ് 10 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള 4 ദിവസങ്ങളിൽ സമർപ്പിക്കേണ്ടുന്ന ബലിയാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാം തുടങ്ങി വെച്ച ആ ബലിയാണ് നാം ഇപ്പോൾ ഇത്തിബാ അഥവാ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ബലിയറുത്തത്? എന്താണ് ബലിയുടെ ഉൾക്കാമ്പന്ത? നമ്മൾ ബലിയിറക്കുമ്പോൾ എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബലി എന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ബലിയുടെ മഹത്വമോ പുണ്യമോ മനസ്സിലാക്കാൻ കഴിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ 12 വയസ്സിൽ പ്രവാചകനായ നബിയായ ആളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ 100 വയസ്സ് വരെയും അള്ളാഹിന്റെ ദീനിന്റെ ദഅവത്തിന് എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ച് അവിടെയെല്ലാം റബ്ബിനെ കുറിച്ച് തൗഹീദ് പ്രസംഗിച്ച് എല്ലാ അടിയും തൊഴിയും ചീത്തയും എല്ലാം വാങ്ങി ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷേ അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായിരുന്നില്ല. അള്ളാഹുവിനോട് തവക്കുൽ ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിച്ച് അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകുകയാണ്, ഇസ്മായിൽ അലൈഹിസ്സലാം. തുടർന്ന് തന്നെ ഇസ്ഹാഖ് അലൈഹിസ്സലാം രണ്ടാമതൊരു കുഞ്ഞിനെയും കിട്ടുകയാണ്. അള്ളാഹുനോട് ചോദിച്ചപ്പോൾ അള്ളാഹു ഇരട്ടിയായിട്ട് പ്രതിഫലം കൊടുക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. നാട് വേണമെന്നോ അല്ലെങ്കിൽ വീട് വേണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാരങ്ങളോ സംഗതികളോ വേണോ എന്നോ ആഗ്രഹിക്കാത്ത ദമ്പതികളാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയും സാറ റളിയല്ലാഹു അൻഹയും ഹാജറ റളിയല്ലാഹു അൻഹ. ആകെ ആഗ്രഹിച്ചത് അവർക്കൊരു കുഞ്ഞിനെ വേണമെന്ന. അതെന്തിനാണ്? ഈ മാർഗം മുന്നോട്ട് കൊണ്ടുപോവാൻ, ഇത് പിന്തുടരാൻ അള്ളാഹു പ്രാർത്ഥന കേട്ട് കൊടുത്തു. പക്ഷേ സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു മനുഷ്യന് ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ മക്കളാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. മക്കൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ചെയ്യുന്ന തിന്മകളിൽ 90% മക്കൾക്ക് വേണ്ടി നന്മകൾ മാറ്റി വെക്കുന്നതും മക്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ ആ ഒരു സംഗതി വെച്ചുകൊണ്ട് അള്ളാഹു വീണ്ടും ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ ലോകത്തിന് കാണിച്ചു തരികയാണ്, ആ മക്കളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അള്ളാഹിന്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മകനെ ബലിയിറക്കാൻ പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാം അതിനും സന്നദ്ധനായി. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാം അറുക്കാൻ തന്നെ കൊണ്ടുപോയതാ. പക്ഷെ അള്ളാഹു അത് പരീക്ഷണമാക്കിയതാ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് പകരം ഒരു ആടിനെ അറുക്കാൻ കൽപ്പിക്കുകയും അത് അറുക്കുകയും ചെയ്തു. ആ ആടിനെ അല്ലെങ്കിൽ ഒട്ടകത്തെ അല്ലെങ്കിൽ അങ്ങനെ മൃഗങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ അറുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബലി അള്ളാഹു സ്വീകരിക്കും. എന്താ ഉണ്ടാവേണ്ട മാനസികാവസ്ഥ? ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. അല്ലാഹുവേ, ഞാനതാ എന്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥ, നിന്നിലേക്ക് ഞാനതാ എന്റെ മുഖത്തെ അഥവാ എന്നെ ഞാൻ നിർത്തിയിരിക്കുന്നു പടച്ചവനെ. വമാ അന മിനൽ മുശ്രികീൻ, നിന്നിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ഞാൻ എന്റെ മനസ്സോ എന്റെ മുഖമോ തിരിയുകയില്ല. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല, ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയുണ്ടായി. അപ്പൊ ആ ഒരു പ്രതിജ്ഞ നമ്മൾ 5 നേരവും നമസ്കാരത്തിൽ നിന്നുകൊണ്ട് റബ്ബിനോട് പറയുന്നുണ്ട്. മാത്രമല്ല തുടർന്ന് റബ്ബ് നമ്മോട് പറയാൻ പറയുകയാണ്, അവരോട് പറയുക നബിയെ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതഭാഗത്തന്നെയും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. അവിടെ നമ്മൾ 5 നേരം പടച്ചവനോട് പറയണം, എന്റെ ജീവിതം മുഴുവൻ പടച്ചവൻ നിനക്കുള്ളതാണ്, അല്ലെ? ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റബ്ബിന്റെ തൃപ്തിക്കനുസരിച്ചാണെന്ന് നാം പറഞ്ഞതിനർത്ഥം. അങ്ങനെ ഒരു പ്രതിജ്ഞയിലൂടെയാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അങ്ങനെ പ്രതിജ്ഞ ചെയ്യാനാണ് ജീവിതത്തിൽ
എന്റെ ജീവിതത്തിൽ എന്റെ ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, എന്റെ കച്ചവടമോ എന്റെ ബന്ധങ്ങളോ എന്റെ വ്യവഹാരങ്ങളോ എന്തുണ്ടാവട്ടെ, അതെല്ലാം റബ്ബേ നിന്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ടേ ഞാൻ ചെലവഴിക്കൂ. എന്റെ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നീ തന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും റബ്ബേ നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേ ഞാൻ ചെലവഴിക്കുകയുള്ളൂ. നിനക്ക് എതിരായ പൈശാചികമായ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കില്ല. ഒരു നന്മയും ഞാൻ നിസ്സാരമായി കാണില്ല, ഒരു തിന്മയും ഞാൻ നിസ്സാരമായി കാണില്ല. തിന്മയ്ക്ക് അതിന്റെ ഗൗരവത്തോടെ അതിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കുകയും നന്മയെ ഞാൻ അതിയായി ആഗ്രഹിക്കുകയും അത് വാരിപ്പുണരുകയും ചെയ്യും എന്നുള്ള പ്രതിജ്ഞയാണ് നമ്മൾ 5 നേരവും റബ്ബിനോട് പറയുന്നത്. റബ്ബേ, നീ ഇഷ്ടപ്പെടാത്തൊരു മരണം എനിക്കുണ്ടാവില്ല. ഞാൻ മരിക്കുന്നെങ്കിൽ അത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ മരിക്കുകയുള്ളൂ. അതെ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്റെ മരണവും ഞാൻ ഒരുക്കുക. അതല്ലാതെ നീ ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ പോയിട്ട് ഞാൻ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യില്ല റബ്ബേ. നീ ഇഷ്ടപ്പെടുന്ന മരണം, എന്റെ ജീവിതവും മരണവും ഒക്കെ നിനക്കുള്ളതാ. എന്ത് വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും, പ്രയാസം വന്നാലും അത് നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലെ ഞാൻ ചെലവഴിക്കുകയുള്ളൂ. ഈ പ്രതിജ്ഞയുടെ അവസാന വാക്കാണ് ബലി എന്ന് പറയുന്നത്. വലിയൊരു മൃഗത്തെയാണ് അറുക്കുന്നതെങ്കിലും ആ അറുക്കുന്നതിലൂടെ പടച്ചവനെ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജീവിതത്തിന്റെ ആകെയുള്ള ഒരു മുതൽ, ആകെയുള്ള ഒരു സമ്പാദ്യം, ഒരു സ്വപ്നം, അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അറുക്കാൻ തയ്യാറായതെങ്കിൽ, നീയും ഞാനുമായുള്ള ബന്ധത്തിന്റെ നടുവിൽ എനിക്ക് കുടുംബമോ അല്ലെങ്കിൽ സമ്പത്തോ അധികാരങ്ങളോ മറ്റൊന്നും തന്നെ തടസ്സമാവുകയില്ല. അതെല്ലാം ഞാൻ മാറ്റിവെക്കാൻ, നിന്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് അതിനെ മാറ്റാൻ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ ഞാൻ സന്നദ്ധനാണ് എന്ന തീരുമാനത്തിന്റെ പ്രാക്ടിക്കലായ രൂപമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മാറാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, മനുഷ്യൻ എന്നുള്ള നിലക്ക് ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കും, അത് സംഭവിക്കാത്ത മനുഷ്യന്മാരില്ല. മറിച്ച് ലാഘവത്തോടുകൂടി നിസാരമായിട്ട് ജീവിതത്തെ കാണുകയും ഒരു ഗൗരവമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുക, ഇഷ്ടമുള്ളതൊക്കെ കാണുക, ഇഷ്ടമുള്ളതൊക്കെ കേൾക്കുക, ഇഷ്ടമുള്ളതൊക്കെ പറയുക, ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോവുക, ഇഷ്ടമുള്ളത് തിന്നുക, ഇഷ്ടമുള്ളപ്പോ ഉറങ്ങുക, ഇഷ്ടമുള്ളപ്പോ എണീക്കുക, ഇഷ്ടമുള്ളതൊക്കെ ചിന്തിക്കുക. ഇങ്ങനെ ഇതിലൊന്നും പടച്ചവന് യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല എങ്കിൽ, നമ്മളത് നമ്മളിലേക്ക് തന്നെ ചുരുക്കുകയാണെങ്കിൽ പിന്നെ ആ ബലി കൊണ്ടൊരു കാര്യമില്ല. ആ ഒരു ബലി കൊണ്ട് കാര്യമില്ല. അത് വെറുതെ മൃഗത്തിനെ കൊന്നു കളയാന്നല്ലാതെ അതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് മനസ്സ വാച കർമ്മണ നമ്മൾ മാറണം. അതാണ് അവസാനം ഒരു വർഷം മുഴുവൻ ഇസ്ലാമിന്റെ 4 കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വർഷത്തിന്റെ അവസാനം അതിലൂടെ നേടിയെടുത്ത തഖ്വ, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സകാത്ത് കൊണ്ടും സദഖ കൊണ്ടും മറ്റ് ഇബാദത്തുകൾ കൊണ്ട് നേടിയെടുത്ത ആ തഖ്വ കൊണ്ട് അവസാനം ആ സുന്ദരമായ കർമ്മത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അവസാനത്തെ മാസം പടച്ചവനെ, ഈ 11 മാസം കൊണ്ട് എന്റെ ജീവൻ ഞാൻ മനസ്സിലാക്കി നടക്കാം. നിന്റെ തൃപ്തിയാണ് ജീവിതത്തിന്റെ എല്ലാം. അതുകൊണ്ട് നാഥ, ഞാനതാ സർവാത്മന നിനക്ക് സമർപ്പിക്കുന്നു. എന്റെ ജീവൻ വേണമെങ്കിലും എന്താണോ നീ ആഗ്രഹിക്കുന്നത് അത് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ എന്നുള്ള ചിന്ത. അപ്പൊ പിന്നെ നമുക്കെന്തുണ്ടാവില്ല? സമയക്കുറവുണ്ടാവില്ല. പല ആളുകളുടെ പരാതി എന്താ? പള്ളിയിൽ വരാൻ സമയമില്ല, ഖുർആൻ ക്ലാസ്സിൽ വരാൻ സമയമില്ല, അതുപോലെ ഒരു നന്മകൾ ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുപോലെ ഒരു നന്മയെയും നിസ്സാരമായി നമ്മൾ കാണില്ല, ഒരു തിന്മയെയും നമ്മൾ ലാഘവത്തോടെ കാണില്ല. കാരണം എന്താ? പരലോകമാണ് ഏറ്റവും പ്രധാനമായ എന്റെ ജീവിതം. എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ട. അതിനാണ് എന്റെ റബ്ബ് എന്നെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്, എന്നെ ജനിപ്പിച്ചത്. എന്റെ റബ്ബ് എന്നെ ജനിപ്പിച്ചത് റബ്ബിന്റെ തൃപ്തി നേടുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് സദാസമയവും എന്റെ ഉറക്കം പോലും, ഞാൻ ഉറങ്ങുന്നത് പോലും, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലും, ഞാൻ വസ്ത്രം ധരിക്കുന്നതും, എന്റെ ജീവിതം മുഴുവനും എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയും എന്നിലുണ്ടാവുകയില്ല. എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാർഗത്തിലൂടെയല്ലാതെ മറ്റൊരു നേതാവും ഒരു മോഡലും എനിക്കില്ല.
ദുനിയാവിൽ ജീവിതത്തിന് വേണ്ടി പലരും നമ്മുടെ നേതാക്കളാവാം, പലരും നമുക്ക് പല കാര്യത്തിലും ഗൈഡുകളാവാം. എന്നാൽ എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ എന്റെ മോഡൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഹെയർ സ്റ്റൈൽ സ്വീകരിക്കണം, ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, ഞാൻ എപ്പോൾ ഉറങ്ങണം, ഞാൻ എപ്പോൾ എഴുന്നേൽക്കണം, ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാ ചെലവഴിക്കേണ്ടത് തുടങ്ങി എന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായും ആ റസൂലിൽ നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ട്. ആ പ്രവാചകരുടെ ആ മാതൃക സുന്നത്തനുസരിച്ച് ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അവസാന വാക്കാണ് നമ്മൾ പറയുന്നത്. നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, അല്ലാഹുവിന് നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ വണ്ണമോ അതിന്റെ മുഴുപ്പോ അല്ലെങ്കിൽ അതിന്റെ വിലയോ അല്ല പ്രശ്നം, അതിന്റെ രക്തമോ അതിന്റെ മാംസമോ റബ്ബിലേക്ക് എത്തുന്നില്ല. അള്ളാഹുലേക്ക് അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ല അള്ളാഹുലേക്ക് എത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ റബ്ബിലേക്ക് എത്തുന്നത് അതിൽ നിങ്ങൾക്കുള്ള ആത്മാർത്ഥമായ ഭക്തിയുണ്ടല്ലോ, ആ തഖ്വ, ആ ബലിയൊരുക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ തേട്ടം, അതാണ് റബ്ബ് സ്വീകരിക്കുന്നത് എന്നാണ്. അതാണ് പടച്ചവൻ സ്വീകരിക്കുന്നത്. അങ്ങനെ മാനസികമായിട്ട് തഖ്വയില്ലാത്ത ആളുകൾ കുറെ പൈസ ഉണ്ടെന്നാ കുറെ എണ്ണം വാങ്ങി അർത്ഥോ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. കാരണം ഷെയർ അങ്ങോട്ട് കൊടുത്ത ഇനിയിപ്പൊ കിട്ടി സ്വർഗം, ഇനി തികഞ്ഞു. ഷെയർ കൊടുത്തോണ്ട് ഉളുഹിയത്ത് പൂർത്തിയാവൂല. ഷെയർ കൊടുത്താൽ ആ മൃഗത്തെ അറുക്കുന്നിടത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. കഴിയുമെങ്കിൽ നമുക്ക് നറുക്കാൻ പറ്റും, നമ്മളെ നറുക്കണം, അതാണ് പുണ്യം. അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം നമ്മൾ ഏൽപ്പിച്ചപ്പോ ഒന്നിലധികം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, എല്ലായിടത്തും എത്താൻ പറ്റുമല്ലോ. അപ്പൊ നമ്മള് വക്കാലത്ത് ഏൽപ്പിച്ച ആളാണ് നമ്മൾ ഏൽപ്പിക്കണ വേണ്ട വിധത്തിൽ ചെയ്യണേ. കാരണം ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സാധനങ്ങൾ എത്തിക്കാം, അവിടെ കറുക്കാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളില് അവിടെ സൂക്ഷ്മത ഉണ്ടാവണം. പൈസ കൊണ്ട് കൊടുത്തുന്നല്ല. അങ്ങനെ അതേപോലെ തന്നെ ആ ദിവസത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആ ബലിയെറുക്കലാണ്. ആ ബലിമാംസം വിതരണം ചെയ്യലും അതിൽ കൈപുരട്ടല് എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ പണിയെടുക്കരുത്. അതാണ് അള്ളാഹുവിന് ആ ദിവസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇങ്ങനെ നോക്കി നിന്നിട്ട് മേത്തേക്ക് തെറിക്കോ എന്ന് പറഞ്ഞ് പേടിച്ച് ഇങ്ങനെ എക്സിക്യൂട്ട് ആയി നിൽക്കുന്നതല്ല അതാണ് ഇഷ്ടം. അതിൽ മുഴുകി പ്രവേശിച്ച് അത് അറുക്കുന്നിടത്തും അത് തൂക്കുന്നിടത്തും വിതരണം ചെയ്യുന്നിടത്തും എല്ലാം അതിനു വേണ്ടി വിയർപ്പൊഴുക്കി ആ തഖ്വ, അതാണ് റബ്ബിന് ഇഷ്ടം എന്ന്. അതാണ് പെരുന്നാൾ അവരുടെ പ്രത്യേകമായ ഭാഗം. ചില മഹല്ലുകളൊക്കെ പോയാൽ വല്ലാത്തൊരു ആഘോഷമായിരിക്കും. അതെ, ഇവിടെ നമ്മുടെ പറളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളും ഒരു യുവാക്കളും വൃദ്ധരെല്ലാവരും ശരിക്കൊരു പെരുന്നാൾ അവിടെ കാണാം. ആ ബലിയെറുക്കുന്നിടത്ത് നൂറുകണക്കിന് ആളുകളെ സജീവമായിട്ട് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നു, തൂക്കുന്നു. അപ്പൊ ആ ശരിക്കും ആ ബലിയുടെ ഒരു സൗന്ദര്യം, അതിന്റെ ആ ഒരു പ്രവൃത്തിയുടെ ആത്മാർത്ഥത അവിടെ മാത്രമല്ല, ഒരുപാട് മഹല്ലുകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളെന്താ വരുന്നത്, നമ്മൾ ബലിയെടുക്കുന്ന എക്സിക്യൂട്ടീവ് ബലിയാവരുത്, നമ്മൾ തഖ്വയുള്ള ബലിയാകണം. അതിൽ മുഴുകി പ്രവേശിച്ചിട്ട് കേട്ടോ. എന്തിനു വേണ്ടിയാ ബലിയെടുക്കുന്നത്? അല്ലാഹ് പറയുന്നു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അക്രമത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും തെളിമയാർന്ന പ്രകാശത്തിന്റെ ഹിദായത്തിന്റെ വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഒരു മുസ്ലിമായതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? ഒരു ഇസ്ലാമിന്റെ നിയമങ്ങളിലും അതിന്റെ ജീവിത രീതിയിലും നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? എങ്കിൽ ആ ആദർശത്തെ പെരുമപ്പെടുത്തുന്നതിന് വേണ്ടി, അതിനെ പുകഴ്ത്തുന്നതിന് വേണ്ടി റബ്ബ് നിങ്ങൾക്ക് നൽകിയ ഒരു അവസരമാണ് ബലി. അപ്പോ ഹിദായത്ത്, അള്ളാഹുവിന്റെ തൗഹീദിൽ നമ്മളെ എത്തിച്ചതിന്, റബ്ബ് നമ്മളെ സന്മാർഗ്ഗത്തിലാക്കിയതിന് അള്ളാഹുവിനെ വാഴ്ത്താൻ, അള്ളാഹുവെ ഞങ്ങളെ സർവ്വതും സമർപ്പിക്കാൻ നിനക്ക് എന്ന ആ പ്രഖ്യാപനമാണ് ബലി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ബലി എന്നുള്ളത്
സാമ്പത്തികമായിട്ട് ഒരു മൃഗത്തെ വാങ്ങി അറുക്കുക എന്നുള്ളത് പലർക്കും കഴിയില്ല എങ്കിൽ എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ ഇസ്ലാം അത് ജനകീയമാക്കി മാറ്റിയിരിക്കുക. എന്ന് വെച്ചാൽ ഒരാടിനെ വാങ്ങാൻ ചിലപ്പോൾ എല്ലാവർക്കും പൈസ ഉണ്ടാവില്ല. ഒരാടാണെങ്കിൽ ഒരു കുടുംബത്തിന് അത് മതി. പൈസ ഉള്ളവർക്ക് 1 10 അറുക്കുക, അതിൽ തെറ്റൊന്നുമില്ല. ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് കൊടുക്കാം, അത് പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ ഇല്ലാത്ത ഒരാട് കഷ്ടിച്ച് വാങ്ങാൻ പൈസ ഉണ്ടെങ്കിൽ ഒരാട് വാങ്ങിയാൽ മതി, അതോടെ കടമ നിർവഹിച്ചു. എന്നാൽ ഒരു ആടിനെ വാങ്ങാൻ പൈസ ഇല്ല, പക്ഷെ ഒരു ഷെയർ കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ അവർക്കും ഇത് കിട്ടണ്ടേ ഈ പുണ്യം. അതുകൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നഹർനാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഹുദൈബിയ. ഹുദൈബിയ ആ ദിവസത്തിൽ ഞങ്ങൾ ബലിയർത്തു. യൗമുൽ ഹുദൈബിയിൽ അൽ ബദനത അൻ സബഅത്തിൻ, ഒട്ടകം. ആ ഒട്ടകത്തിന് 7 ആളുകൾ കൂടി ഷെയർ ചേർന്നുകൊണ്ട് ഒട്ടകത്തിനെ ഞങ്ങൾ അറുത്തു. വൽ ബഖറത അൻ സബഅത്തിൻ, അതുപോലെ കാളയെയും ഞങ്ങൾ 7 ആളുകൾ ഷെയർ കൂടി അറുത്തു. അപ്പൊ 7 ആൾക്ക് വരെ ഒട്ടകത്തിലും കാളയിലും പോത്തിലൊക്കെ ഷെയർ ചേരാവുന്നതാണ്. 7 ആളുകൾ വരെ. എന്തിനാ? ആ പുണ്യം എല്ലാവർക്കും കിട്ടണം. ഇത് നോക്കൂ, ഒന്നാമത്തെ പെരുന്നാളിന് പൈസ ഇല്ല, അതുകൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു? അതിനെ 4 ദിവസത്തേക്ക് നമുക്ക് നീട്ടി തന്നു. ദുൽഹജ്ജ് 10 മുതൽ 13 വരെ, 13ന്റെ അസർ വരെ നമുക്ക് അറുക്കാം. എപ്പോഴാ പൈസ കിട്ടണം? ആ ദിവസം അപ്പം അറുക്കാം, എന്നാൽ ആ കൂലി നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇങ്ങനെയല്ല ഇതൊക്കെ തന്നത്. ഉലമാക്കൾ പറയുകയാണ്, ഇത്രയും അധികം വിശാലത ആ കാര്യത്തിൽ തന്നത് എല്ലാവരും അത് ചെയ്യണം, അത് വാജിബാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്, അത് ഒഴിഞ്ഞു മാറരുത് എന്നുള്ളതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. നോക്കൂ, അതുകൊണ്ട് ഹലാലായ പൈസയാകണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഹലാലായ പൈസ ആകണം. ലോട്ടറി അടിച്ച പൈസയോ ആൾക്കാരെ പറ്റിച്ച പൈസയോ ഞങ്ങളുടെ പൈസ ഒന്നും പറ്റൂല. അധ്വാനിച്ചുണ്ടാക്കിയ, കച്ചവടം ചെയ്തിട്ടോ എന്ത് ജോലി ചെയ്തിട്ടോ ഹലാലായ പൈസയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂ. ഇന്നല്ലാഹ ത്വയ്യിബുൻ വലാ യഖ്ബലു ഇല്ല ത്വയ്യിബ. തീർച്ചയായും അള്ളാഹു വിശുദ്ധനാണ്, വിശുദ്ധമായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന്. അള്ളാഹു അവന്റെ അമ്പിയ മുർസലുകളോടും മുഅ്മിനുകളോടായ സത്യവിശ്വാസികളോടും അള്ളാഹു കൽപ്പിച്ചതാണ്, നിങ്ങൾ നല്ലത് മാത്രമേ അള്ളാഹുക്ക് സമർപ്പിക്കാൻ പാടുള്ളൂ. ബലി മാത്രമല്ല, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ആത്മാർത്ഥമായ മനസ്സോടെ നിസ്കരിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. എങ്ങനെയെങ്കിലും കടം തുറച്ച് കവാത്ത് ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല. നോമ്പെടുക്കുമ്പോഴും പട്ടിണി കിടന്നാൽ മാത്രം സ്വീകരിക്കൂല. ആ പകല് മുഴുവൻ വിശുദ്ധിയോടുകൂടി നോമ്പെടുത്താൽ അള്ളാഹു സ്വീകരിക്കൂ. സക്കാത്ത് കൊടുക്കുമ്പോഴും പൂർണ്ണ മനസ്സോടെ ഹലാലായ സമ്പാദ്യത്തിന്റെ സക്കാത്ത് കൊടുത്താൽ സ്വീകരിക്കൂ. ഹജ്ജും അങ്ങനെ തന്നെ. അപ്പൊ വിശുദ്ധമായതേ സ്വീകരിക്കൂ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട, മൃഗത്തെ തെരഞ്ഞെടുക്കുമ്പോ യാതൊരു കുറവുകളില്ലാത്ത, കണ്ണിന് കുഴപ്പമില്ലാത്ത, കാഴ്ചക്കുറവില്ലാത്ത, കാതിന് കേൾവിക്കുറവോ അല്ലെങ്കിൽ കാത് മുറിഞ്ഞു പോയതോ കൊമ്പ് മുറിഞ്ഞു പോയതോ മുടന്തുള്ളതോ അല്ലെങ്കിൽ മാരകമായ വ്യക്തമായ രോഗമുള്ളതോ ആയ, അല്ലെങ്കിൽ വയസ്സായി മച്ചയും മാംസയും പറ്റിയ മൃഗങ്ങളെയൊന്നും അറുക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ശആഇറാണ്, അടയാളമാണ് ഈ ബലിമൃഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ നല്ല ഭംഗിയുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല സാധനം തന്നെ ആവണം എന്ന്. ഒട്ടകം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കാളയോ പോത്തോ അല്ലെങ്കിൽ ആടോ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അടയാളമാണ്, ഇബാദത്തിന്റെ അടയാളമാണ്. അതിൽ നിങ്ങൾക്ക് നന്മയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് അള്ളാഹുവിന് സമർപ്പിക്കേണ്ടത്. കുറെ പൈസ കൊടുത്തിട്ട് കുറെ വാങ്ങി അറുക്കണമെന്നൊന്നുമില്ല. ചില ആളുകൾ പൈസ ഒന്നായിട്ട് പിരിച്ചിട്ട് പോയിട്ട് കുറെ എണ്ണം വാങ്ങിക്കൊണ്ടിരും. 2 വയസ്സ് തികയാത്തതും ഉണ്ടാവും, അല്ലെ? അതുപോലെ വയസ്സായതുണ്ടാവും. അത് പറ്റൂല, അങ്ങനെ വാങ്ങൽ പറ്റൂല. എന്ത് ചെയ്യണം? നിങ്ങള് അത് നല്ല 2 വയസ്സ് കഴിഞ്ഞ് നല്ല തന്നെ വാങ്ങണം. എന്നിട്ടോ ഓരോന്നിനും പൈസ കണക്കാക്കി ഓരോരുത്തർക്ക് നിശ്ചയിച്ചു കൊടുക്കണം. നിന്റെ പൈസ അതിലുണ്ട്, എന്റെ പൈസ ഇതിലുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണത്തിന് 8 ഷെയർ ആവും. പറ്റുമോ? പറ്റൂല. വില കൂടിയത് എടുക്കാൻ കഴിയുന്നവർക്ക് നിശ്ചയിച്ചു കൊടുക്കുക, വില കുറഞ്ഞതിന് വില കുറഞ്ഞ് നിശ്ചയിച്ചു കൊടുക്കുക. എല്ലാം പാടെ കലമ്പിയിട്ടിലും അതിലൊക്കെ ഷെയർ എന്ന് പറഞ്ഞാൽ പറ്റൂല. അതുകൊണ്ട് അങ്ങനെ ഒരു കൃത്യത വേണം. ഇബാദത്തുകൾക്കെല്ലാം ഒരു കൃത്യത ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ ബലിയെറുക്കുന്നവർക്കുള്ള നിബന്ധന, ആ ദുൽഹജ്ജ് മാസം ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉളിഹ്യത്തറക്കാൻ നിങ്ങൾ തീരുമാനിച്ചെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
ഇദാ റഅയ്തുൽ ഹിലാല ദുൽഹിജ്ജയുടെ മാസം കണ്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ നാൾ തന്നെ ഫൽയുംസികൻ ശൈരിഹി വഅദ്ഫാരിഹി, പിന്നെ മുടി മുറിക്കാനോ നഖം മുറിക്കാനോ പാടില്ല. ആ ദുൽഹിജ്ജ് മാസം കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മുടി മുറിക്കലും നഖം മുറിക്കലൊക്കെ കഴിക്കണം. പിന്നെ അത് ചെയ്യാൻ പാടില്ല. ചെറിയ ഒരു ത്യാഗമായി ദുനിയാവിനോട് ഉള്ള ഒരു വിമുഖത ചെറുതായി 10 ദിവസങ്ങൾ വല്ലാതെ ദുനിയാവിനെ ആഗ്രഹിക്കാതെ ഉള്ള ഒരു ജീവിതമാണ് ഈ 10 ദിവസം നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ആ പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? ഈ ബലിയർക്കുന്ന ആളുകൾ എന്ത് ചെയ്യാ? ഈ ദുൽഹിജ്ജ് 10 ദിവസം ഉള്ള ആനന്ദവും ഒരുപാട് ആഘോഷവും ആർഭാടവും ഇതൊക്കെ ആയിട്ടുള്ളതല്ല, മറിച്ച് മുടി കളയാതെ നഖം മുറിക്കാതെ തഖ്വയോടുകൂടി പരലോകബോധത്തോടുകൂടി ജീവിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു തഖ്വയുള്ള ജീവിതം നയിക്കണം. അതേപോലെ തന്നെ മൃഗത്തെ അറുക്കുന്ന സമയത്ത് ചില കാര്യങ്ങള്, ആ മൃഗത്തിനെ അറുക്കുമ്പോ കത്തി നല്ല മൂർച്ചയുണ്ടാവണം. കഴുത്തിലിങ്ങനെ വെച്ചിങ്ങനെ ഉരതാൻ പാടില്ല. പെട്ടെന്ന് ഞരമ്പ് മുറിയണം. അറുക്കാൻ അറിയുന്ന ആളെ അറുക്കാവൂ. ഷെയർ ചേർന്ന ആളാണ് വെച്ചിട്ട് അറുക്കണം നിർബന്ധമില്ല. അറുക്കാൻ അറിയില്ലെങ്കിൽ അറുക്കരുത്. അറുക്കാൻ അറിയുന്ന ആൾ അറുക്കണം. അറുക്കാൻ അറിയില്ലെങ്കിൽ അയാൾക്ക് വേറെ ചുമതലപ്പെടുക, എനിക്ക് വേണ്ടി നിങ്ങൾ അറുക്ക്. പെട്ടെന്ന് അറുത്ത് കഴിയണം. ആ മൃഗത്തിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ അതിന്റെ കാലുകളൊക്കെ കെട്ടുമ്പോ ചിലയിടത്ത് കാണാം മരിച്ചിട്ട് 1-2 മണിക്കൂറിൽ തോലുരിക്കുമ്പോഴേ കാല് അഴിക്കുള്ളൂ. അങ്ങനെ പാടില്ല. അറുത്ത് കഴിഞ്ഞ് രക്തം പറഞ്ഞ ഉടനെ കെട്ടഴിച്ചു വിടണം. ആ രൂപത്തിലെ കെട്ടിടേണ്ടത്. വലിച്ചു കിട്ടുക, അതിന് പെടയാനുള്ള അവസരം കൊടുക്കണം. പെടയാൻ കഴിയാതെ ഇങ്ങനെ ആ മരണത്തിന്റെ സമയത്ത് തന്നെ പീഡിപ്പിക്കാൻ പാടില്ല. പെട്ടെന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിക്കുകയും വേണം. ആ രൂപത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ തഖ്വയുടെ ഭാഗങ്ങളാണ്. മരണം എളുപ്പമാകണം. ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട് ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അറുത്തിട്ട് ഇങ്ങനെ അറുക്കാനായപ്പോഴേ, അത് മരിക്കാനായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കത്തി മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുക്കുന്നത്? ആ മൃഗത്തിന് 2 പ്രാവശ്യം കൊല്ലാനാ? അറുത്തിട്ടിട്ട് ശരിക്കും മുറിയാണ്ടേ കുറെ നേരം കിടന്നിട്ട് അതിങ്ങനെ മരിക്കാൻ പാടില്ല. പെട്ടെന്ന് മരിക്കണം. അപ്പോൾ അറുക്കുന്നതിൽ പോലും കാരുണ്യം കാണിക്കണമെന്നാണ്, കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ കൈകൊണ്ട് തന്നെ അറുക്കണം. അതപ്പോ അങ്ങനെ പറയാൻ കാരണം, കൈകൊണ്ട് തന്നെ അറുക്കണം. എന്തെങ്കിലും ഇപ്പൊ പുതിയ പല ഫത്വകളും കൊണ്ടൊരു ആൾക്കാരെ ഇപ്പൊ പലതരത്തിലുള്ള മെഷീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, വെച്ചു കൊടുത്താൽ മതി. അത് പറ്റൂല. കൈകൊണ്ട് അറുക്കുക തന്നെ വേണം. കത്തി പിടിച്ച് കൈകൊണ്ട് തന്നെ അറുക്കണം. ആ രൂപം അത് ഇസ്ലാമിന് നിർബന്ധമായ കാര്യമാണ്. ബിസ്മില്ല എന്ന് പറയൽ നിർബന്ധമാണ്. കത്തി വെച്ച് അറുക്കണം, ഉടനെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കൃത്യമായി പാലിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഈ കർമ്മം അതിന് ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ബലി അറുക്കും ഈ വർഷം ഞാൻ തീരുമാനിക്കുക. ഓരോരുത്തർ നമ്മുടെ പള്ളിയിൽ ഷെയർ പറയും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചേരാൻ തയ്യാറാവുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കർമ്മമാണ്. അതല്ലാതെ നിങ്ങൾ എത്ര പൈസ ചെലവാക്കി ഡ്രസ്സ് എടുത്ത് അടിച്ച് എവിടെ പോയാലും ആ പെരുന്നാളിന്റെ പുണ്യം പൂർണ്ണമാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه ربنا غير الله وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ്ണ മുത്തഖയായി മുസ്ലിമായി ഈ ലോകത്തിൽ നിന്ന് മരിച്ച് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്ന പോലെ വീണ്ടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മള് ഉദയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ ഉദയത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ കുടല് കള്ളുഷാപ്പിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കള്ളുഷാപ്പാര് വന്നിട്ട് ആ കുടല് കൊണ്ടുപോകും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് കോപമുണ്ടാവും. അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുന്നതിന്റെ കുടല് കള്ളുടിക്കുന്നവർ കൊടുക്കേ, കള്ളുഷാപ്പിൽ കൊടുക്കേ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ആരെങ്കിലും പാവപ്പെട്ട ആളുകൾ ഭക്ഷിക്കാനാണെന്ന് ഉറപ്പ് വരുത്തിയാലും കൊടുക്കാൻ പാടില്ല. അല്ലാതെ നീ അത് കള്ളുഷാപ്പിൽ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല. കൂലിയായിട്ട് പോലും
ഒരു പൊതി ഇറച്ചിയും കൂടെ തരാം അങ്ങനെ പറയാൻ പാടില്ല. തോല് കൊടുക്കാന്ന് പറയാൻ പാടില്ല. കൂലി വേറെ കൊടുക്കണം. അത് കംപ്ലീറ്റ് അത് വിതരണം ചെയ്യുന്നേ വേണം. അല്ലാതെ അതിൽ ഒരു കച്ചവടം പിന്നെ പാടില്ല. അത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇനി തോല് വിറ്റ് കിട്ടുന്ന പൈസയും ദാനം തന്നെ ചെയ്യണം. അതല്ലാതെ അത് ചെയ്യരുത്, വേറെ രൂപത്തിലേക്ക് അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളവിടെ നിന്ന് അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഈ പള്ളിയിലോ മഹലിലും പെടാത്ത ആളുകളുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഉളുഹിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ആരെങ്കിലും കഴിവുണ്ടായിട്ട് ഉളൂഹ് അറിയിക്കുന്നില്ലെങ്കിൽ അവർ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല. കഴിവുണ്ടായിട്ട് ഉളൂഹ് തറക്കാത്തവർ പിന്നെ പെരുന്നാൾസ്കാർക്ക് ഈദ്ഗാഹിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമാണത് എന്നാണ്. അള്ളാഹു നമ്മളെ തുണയ്ക്കുമാറാകട്ടെ. അവരുടെ ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കൾഷൻ അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു ഫഖീറായ ഒരു മനുഷ്യന് ഒരു വീടുണ്ടാക്കാൻ, അദ്ദേഹത്തിന് 10-60 വയസ്സായി, ഇതുവരെ അദ്ദേഹത്തിന് വീടില്ല. അപ്പൊ അദ്ദേഹത്തിന് വീട് എല്ലാ മനുഷ്യനും ആവശ്യമുള്ള പ്രാഥമികമായ ആവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വീടില്ലാത്ത വലിയ പ്രയാസം. അപ്പോൾ നമ്മള് എല്ലാവർക്കും സമ്പാദിക്കുകയില്ല. ഇന്ന് സഹിയക്കും ലക്ഷത്ത, നിങ്ങൾ ഓരോരുത്തരുടെയും പരിശ്രമം, ഇബാദത്തുകളാകട്ടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ പൊസിഷനിൽ എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തനിക്ക് അള്ളാഹു നൽകിയിൽ നിന്ന് ചെലവഴിക്കുകയും അള്ളാഹുനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വളരെ കാര്യങ്ങൾ എളുപ്പമുള്ളതായിരിക്കും അള്ളാഹു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ സമ്പത്തിൽ നിന്ന് കഴിയാവുന്ന പരമാവധി സഹായം ആ സാധു മനുഷ്യന്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സംഭാവന ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കും നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു സുഖകരമായ ജീവിതവും വീടും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജാരിയായ സ്വതക്കയായി നമ്മിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രോഗികളായ സഹോദര സഹോദരികൾക്ക് അള്ളാഹു കൃത്യമായ ചികിത്സയും രോഗശമനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشرح لنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين. അവിടെ തന്നെ ഇങ്ങോട്ട് കയറി വരുന്നത് അവിടെ നിന്നാണ്.